സഭയുടെ പ്രാർത്ഥനകളൊക്കെ ഈഴിവിട്ട് പ്രാർത്ഥനകളാണ്. നമ്മൾ നമസ്കാരമില്ലേ, നമസ്കാരമൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ സഭ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളായിരിക്കും നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ അത് കാണാതെ പഠിക്കണം. പുസ്തകം ചോദിച്ച് നടക്കണമല്ല വിഷയം. ഒരു പ്രാർത്ഥന നമുക്കറിയാമെങ്കിൽ അതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിക്കും അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. ഞാനെന്നൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥന എന്താ? കർത്താവിൻ്റെ മാലാഖയാണ്. പക്ഷെ ഇന്ന് ഞാൻ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ മുട്ടി നിൽക്കും. എന്താ കാര്യം എന്നറിയാമോ? കർത്താവിൻ്റെ മാലാഖയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്. അതെന്ന് വെച്ചാൽ കന്യാമറിയത്ത് ജനിച്ചതെന്നാണ് പറയണത്. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തിൽ വചിച്ചു. പിൽക്കാലങ്ങളിൽ ഞാൻ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ട കാലത്ത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ കുഞ്ഞുനാളിൽ നിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ ആയിരക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ മാലാഖ എനിക്ക് വെളിച്ചമില്ലായിരുന്നു, എൻ്റെ കയ്യിൽ വെളിച്ചം പറഞ്ഞു തരാൻ ആ സമയത്ത് ഈ കർത്താവിൻ്റെ മാലാഖയായിരുന്നു എൻ്റെ വെളിച്ചം.